നമസ്കാരം. 2024 ഏപ്രിൽ മാസം 26-ാം തീയതി കേരളത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ കേരളത്തിലെ 20 ലോക്സഭാ നിയോജക മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികൾ അവരുടെ ചൂടുപിടിച്ച തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞു. 26-ാം തീയതി വരെ അക്ഷീണരായി അശ്രാന്ത പരിശ്രമം നടത്താൻ നേതാക്കളും അണികളും സ്ഥാനാർത്ഥികളും ഒരുങ്ങിക്കഴിഞ്ഞു. ഞാൻ തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ തിരുവനന്തപുരത്ത് ലോക്സഭാ നിയോജക മണ്ഡലവുമായി ബന്ധപ്പെട്ടിട്ട് പലപ്പോഴും കഴിഞ്ഞ 3 കാലഘട്ടങ്ങളായി, അതായത് 2009-ലും 2014-ലും 2019-ലും ഒരേ സ്ഥാനാർത്ഥി വിജയിച്ചു കയറുന്ന ഒരു മണ്ഡലം എന്നൊരു പ്രത്യേകത കോൺഗ്രസിന് തന്നെയുണ്ട്. തിരുവനന്തപുരത്തിൻ്റെ ഒരു പ്രത്യേകതയായി മാറുകയും ചെയ്തു ശ്രീ ശശി തരൂർ. എന്തുകൊണ്ടാണ് ശശി തരൂർ ഇങ്ങനെ വിജയിച്ചു കയറുന്നത് എന്ന് പലപ്പോഴും പല പാർട്ടികളും ചിന്തിക്കുന്നുണ്ടാവും. കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ടായി തിരുവനന്തപുരത്തിൻ്റെ മുഖമാണ് അദ്ദേഹം. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം അടക്കി ഭരിക്കുന്ന വിശ്വപൗരനാണ് ശശി തരൂർ. പക്ഷേ ഇത്തവണ കിതയ്ക്കുകയാണ് ശശി തരൂർ. കഴിഞ്ഞ തവണ 1 ലക്ഷത്തിനടുത്ത് ഭൂരിപക്ഷം കിട്ടിയ ശശിയുടെ കിതപ്പിന് കാരണം എന്താണ്? കാരണം ശശിയാണെന്ന് തന്നെയാണ് പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകർ അടക്കം ആരോപിക്കുന്നത്. എന്നാൽ ഇവിടെ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ തലസ്ഥാനത്ത് എത്തിയതോടെ ഈ ഒരു വരവോടുകൂടിയാണ് ശശിയുടെ ശനിദശ ആരംഭിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. രാജീവിൻ്റെ വരവ് വലിയ ഓളം സൃഷ്ടിച്ചിരിക്കുന്ന, ആദ്യമൊക്കെ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവ കരുതിയിരുന്നത് തള്ളിക്കളയാമെന്ന് തന്നെയായിരുന്നു രാജീവ് ചന്ദ്രശേഖറിനെ. അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ഏഷ്യാനെറ്റ് BJPക്കെതിരെ നിരന്തരം വാർത്തകൾ നൽകിയതിനെ തുടർന്ന് നേതാക്കൾ മാത്രമല്ല പ്രവർത്തകരും ഇതിനെ ബഹിഷ്കരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു, അതായത് ഏഷ്യാനെറ്റ് പോലുള്ള ചാനലുകൾ. അതുകൊണ്ട് തന്നെ BJPക്കാരുടെ വോട്ട് പോലും കിട്ടാൻ പ്രയാസമാണ് രാജീവിനെന്നാണ് കരുതിയിരുന്നത്. എന്നാൽ BPL പോലൊരു കമ്പനിയെ ജനപ്രിയമാക്കിയ ബിസിനസ്സുകാരനായിരുന്നു രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയപ്പെടുന്നത്. അത് രാജീവ് തിരുവനന്തപുരത്തുകാരെ പെട്ടെന്ന് കയ്യിലെടുക്കാൻ കഴിയുന്ന ഒരു ഉപകരണമാക്കി മാറ്റുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ പ്രതീക്ഷിച്ചതിലധികം മാധ്യമ ശ്രദ്ധ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. കുമ്മനം രാജശേഖരനോ ശ്രീശാന്തോ മത്സരിച്ചപ്പോൾ ഇത്രയധികം ആവേശം ചിലപ്പോൾ പല മേഖലകളിലും ഉണ്ടായിരുന്നില്ല. തിരുവനന്തപുരത്തെ പല മേഖലകളിലും ഉണ്ടായിരുന്നില്ല. കോൺഗ്രസിൽ നിന്ന് തമ്പാനൂർ സതീശും പത്മിനി തോമസും കൂടി BJP കൂടാരത്തിലേക്ക് എത്തിയതോടുകൂടി തരൂരിൻ്റെ ക്യാമ്പ് തണുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. തരൂരിൻ്റെ ഓഫീസിലോ വീട്ടിലോ ഈ പറയുന്ന സാധാരണ കോൺഗ്രസ് പ്രവർത്തകരെ തന്നെ കാണാനില്ല. ഒന്നാമത്തെ കാര്യം, ഈ കോൺഗ്രസ് പ്രവർത്തകരെ അവിടെ കയറ്റില്ല എന്നുള്ള ഗുരുതര ആരോപണമാണ് തമ്പാനൂർ സതീഷ് തന്നെ കഴിഞ്ഞ ദിവസം ഉയർത്തിയിരുന്നത് എന്നുള്ളതാണ്. കരുണാകരൻ്റെ കാലം മുതൽ കോൺഗ്രസിനൊപ്പം തലസ്ഥാനത്തിൻ്റെ മുഖമായി തലസ്ഥാനത്ത് തലയെടുപ്പോട് കൂടിയുന്ന നേതാവായിരുന്നു സതീശൻ. പക്ഷേ ഒരു ഗതിയും കിട്ടിയില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ ശശി തരൂരിനെ തറപറ്റിക്കുവാൻ വേണ്ടിയിട്ട് VS ശിവകുമാർ അടക്കമുള്ള ചില കോൺഗ്രസ് നേതാക്കൾ ശ്രമിച്ചപ്പോൾ ആ വിവരം സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ച ആൾ കൂടിയാണ് ഈ തമ്പാനൂർ സതീഷ് എന്ന് പറയുന്നത്. തരൂർ ഏകദേശം 3 തവണയായി ഈ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ വിജയിച്ചു കയറുന്നു. അത് സഹിക്കാനാകാത്ത പലരും തലസ്ഥാനത്തുണ്ട് എന്നുള്ളത് ശരിയാണ്. കാശ് വാങ്ങിയും ഗ്രൂപ്പിന് വേണ്ടിയുമൊക്കെ അവരെപ്പോഴും ഈ പാർട്ടിയെ ഒറ്റി കൊടുത്തുകൊണ്ടിരിക്കുന്നു. BJPക്ക് വോട്ട് മറിക്കണമെന്ന് പ്രാദേശിക കോൺഗ്രസ് നേതാവ് അടക്കമുള്ളവർ, മുണ്ടേല മോഹനെ ഉദ്ദേശമാണ് പറയുന്നത്, മുണ്ടേല മോഹൻ ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെടുന്ന ശബ്ദരേഖ വാർഡ് പ്രസിഡന്റായിട്ടുള്ള ശരത്തടക്കം വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ പുറത്തുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതൊക്കെ വലിയ വിവാദമായിരിക്കുകയാണ് ഇപ്പോൾ. ഇതിന് പിന്നാലെ ശരത്തിനെ ചില നേതാക്കളടക്കം മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഒപ്പം NGO അസോസിയേഷൻ നേതാവായിരുന്നിട്ടുള്ള മോഹനൻ വിരമിച്ച ശേഷമാണ് ഈ പാർട്ടിയിൽ സജീവമായത് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. പ്രാദേശിക തലത്തിലൊക്കെ വലിയ സ്വാധീനം ഈ പറയുന്ന മോഹൻ ഉണ്ടെങ്കിൽ കൂടിയും ശശി തരൂരിനും ആറ്റിങ്ങലിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള അടൂർ പ്രകാശിനും ഈ മോഹനെ പോലുള്ള പ്രാദേശിക നേതാക്കളെ അല്ലെങ്കിൽ അവർ ഉയർത്തുന്ന വെല്ലുവിളികൾ ചില്ലറയല്ല എന്ന് പറയേണ്ടി വരും. ഈ നേതാക്കളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ജില്ലാ സംസ്ഥാന തലത്തിലൊക്കെ വലിയ നേതാക്കളുടെ ഒരു പ്രവാഹം തന്നെ ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിനെയൊക്കെ അതിജീവിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളൊന്നും തന്നെ കഴിഞ്ഞ 15 വർഷം കൊണ്ട് തരൂർ എന്ന് പറയപ്പെടുന്ന വ്യക്തിത്വം നടത്തിയിട്ടില്ല. ആകപ്പാടെ കുറേ ഹൈമാസ് ലൈറ്റുകളാണ് നമുക്കറിയാം തിരുവനന്തപുരത്തിൻ്റെ അങ്ങോളം സ്ഥാപിച്ചിട്ടുള്ളത്. അതിൽ ഭൂരിപക്ഷവും കത്തുന്നില്ല എന്നുള്ള പ്രത്യേകത കൂടി ഇതിനകത്തുണ്ട്. ആ ആക്ഷേപവും MP കേൾക്കണം. MPയും കേന്ദ്രമന്ത്രിയുമായിട്ടും തിരുവനന്തപുരത്തിന് വേണ്ടി എന്ത് ചെയ്തു?
തിരുവനന്തപുരത്തിനായി എടുത്തു പറയത്തക്ക യാതൊരു കാര്യവും ചെയ്യാൻ തരൂരിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. എപ്പോഴും ഈ വ്യക്തിപ്രഭാവം കൊണ്ട് മാത്രം എല്ലാ കാലവും പിടിച്ചു നിൽക്കാനാകില്ല എന്നുള്ളൊരു സത്യമുണ്ട് എന്ന് ശശി തരൂർ മനസ്സിലാക്കുക. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിൽ നിന്ന് തന്നെ തോൽവിയുടെ രുചി അറിയുമോ എന്നുള്ളൊരു ഭയം ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും. CPI BJPക്ക് പകരം തന്നെയാണ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് പോലും ഈ കോൺഗ്രസിനെ അല്ല BJP ആണ് എന്ന് പറയപ്പെടുന്നു. അതിന് രാഷ്ട്രീയ കാരണങ്ങളാണ് അവർ പറഞ്ഞു വെക്കുന്നത്. LDFും UDFും തമ്മിലാണ് മത്സരമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പറയുമ്പോഴും അവിടെ എന്താണ് വിജയൻ വ്യക്തമാക്കുന്നത് എന്ന് പറയേണ്ടി വരും. അതിൻ്റെ ഭാഗമായിട്ടാണ് BJPക്ക് പ്രാധാന്യം നൽകാൻ CPI തയ്യാറാവുന്നില്ല, CPM തയ്യാറാവും. ഒരു കാലത്ത് CPIയുടെ കുത്തകയായിരുന്നു തിരുവനന്തപുരം എന്ന് പറയുന്ന മണ്ഡലം. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം CPIയുടേതാണ്. അവരുടെ തന്നെ കയ്യിലിരിപ്പ് കൊണ്ടാണ് ഈ കോൺഗ്രസിന് ഇത് തിരിച്ചു പിടിക്കേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. 1999 തിരഞ്ഞെടുപ്പിൽ CPI വിമത അന്ന് 15,000 വോട്ട് നേടുകയും കോൺഗ്രസിലെ VS ശിവകുമാർ 14,000 വോട്ടിന് വിജയിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായിരുന്നു തുടക്കം. അങ്ങനെ പിന്നീട് പന്ന്യൻ രവീന്ദ്രൻ വിജയിച്ചത് ഈ കരുണാകരൻ്റെ DIC ഉണ്ടാക്കുന്നു. ആ DIC അന്ന് ഇടതിനോടൊപ്പം ചേർന്ന് നിന്ന് മുന്നോട്ട് പോകുന്നു. രാജഗോപാൽ സ്ഥാനാർത്ഥിയായതോടുകൂടി BJPയുടെ വോട്ട് വിഹിതം എന്ന് പറയപ്പെടുന്നത് തിരുവനന്തപുരത്ത് കുത്തനെ ഉയരുകയായിരുന്നു. പിന്നീട് മത്സരിച്ച കുമ്മനത്തിന് അത്രയും വോട്ട് നേടാനായില്ല എങ്കിൽ കൂടിയും 2ാം സ്ഥാനം നിലനിർത്തി മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. RSSന് തിരുവനന്തപുരം മണ്ഡലത്തിൽ 80,000-ലധികം വരുന്ന ഉറച്ച വോട്ടുകളുണ്ട് എന്നുള്ളതാണ്. അവരിതുവരെയും രാജീവ് ചന്ദ്രശേഖരനായിട്ട് കളത്തിൽ ഇറങ്ങിയിട്ടുമില്ല. മാത്രമല്ല ലത്തീൻ CSI നാടാർ വോട്ടുകൾ ലഭിക്കുന്നതിനുള്ള ചരടുവലികൾ വളരെ കൃത്യമായി, വളരെ തന്ത്രപൂർവ്വം രാജീവ് ചന്ദ്രശേഖർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തരൂരിൻ്റെ പ്രധാന വോട്ട് ബാങ്കാണ് ഈ പറഞ്ഞ നാടാർ വോട്ടുകൾ എന്ന് പറയുന്നത്. ഇത് സ്പ്ലിറ്റ് ചെയ്താൽ രാജീവിന് വലിയ നേട്ടം കൈവരിക്കാനാകും തിരുവനന്തപുരത്ത് എന്നുള്ള കാര്യത്തിലും സംശയമില്ല. ഇക്കാര്യമൊക്കെ മുൻകൂട്ടി കണ്ടാണ് വിഴിഞ്ഞം സമരത്തെ തുടർന്ന് വൈദികർ അടക്കമുള്ളവർക്കെതിരെ എടുത്ത കേസുകൾ എല്ലാം തന്നെ സർക്കാർ ഇപ്പോൾ പിൻവലിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. വോട്ട് വരട്ടെ, കേസ് പിന്നെയാകാമെന്നുള്ളതാണ്. അതുകൊണ്ട് തിരുവനന്തപുരത്ത് തരൂരിന് വലിയ വെല്ലുവിളിയാണ് രാജീവ് ചന്ദ്രശേഖർ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. 2014 തെരഞ്ഞെടുപ്പിൽ കേവലം 15,470 വോട്ടിനാണ് തരൂർ വിജയിച്ചു കയറിയത്. 1200 ബൂത്തുകളുള്ള മണ്ഡലത്തിൽ ഒരു ബൂത്തിൽ നിന്ന് 2ഓ 3ഓ വോട്ട് മാറിയിരുന്നെങ്കിൽ ഈ തരൂര് 2014 തന്നെ നിലംപരിശാകുമായിരുന്നു. പക്ഷെ അന്ന് തരൂരിനെ രക്ഷിച്ചത് ആരാണെന്നറിയാമോ? CPM ആയിരുന്നു. CPM രാജഗോപാൽ വിജയത്തിലേക്ക് നീങ്ങുമെന്നുറപ്പായപ്പോൾ CPM എന്ത് ചെയ്തു എന്ന് വെച്ചാൽ കൈപ്പത്തിക്ക് വോട്ട് മാറി കുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. 2014 കാര്യമാണ്. അങ്ങനെയാണ് ബെനറ്റ് എബ്രഹാം 3ാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തിപ്പോയത് എന്നുള്ളതാണ്. 2014 അതേ സാഹചര്യമാണ് ഇത്തവണയും തിരുവനന്തപുരത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. രാജഗോപാലിനെ പോലെ തന്നെ രാജീവ് ചന്ദ്രശേഖരും കട്ടയ്ക്ക് മുന്നോട്ട് കുതിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ വിജയം ഉറപ്പായാൽ CPM എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ CPM തരൂരിന് വോട്ട് മറിക്കും. കാരണം BJPയുടെ വിജയം അവർക്ക് വലിയ വെല്ലുവിളിയും തലവേദനയും നാണക്കേടുമാകും ഇവിടെ ഉണ്ടാക്കുക എന്നുള്ള കാര്യം സംശയമില്ല. അതുകൊണ്ട് CPM പാലം വലിച്ചില്ലെങ്കിൽ ചന്ദ്രശേഖർ ഇവിടെ താമര വിരിയിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. 1.5 പതിറ്റാണ്ട് നീണ്ട ശശി തരൂരിൻ്റെ ആധിപത്യത്തിനായിരിക്കും ഇവിടെ അവസാനമാകുന്നത് എന്ന് പറയേണ്ടി വരും. കഴിഞ്ഞ 15 വർഷത്തെ നേട്ടങ്ങൾ എണ്ണിപ്പറയാൻ ശശി തരൂരിനോട് പറഞ്ഞാൽ പറയാൻ പറ്റുന്ന ഒരു നേട്ടം പോലും ഇല്ല എന്ന് പറയുമ്പോൾ ഇനി എന്തിനാണ് ഇങ്ങനെ ഒരു സുന്ദര കോമള വ്യക്തിത്വത്തിനെ നമ്മൾ ഇവിടെ തിരഞ്ഞെടുക്കപ്പെടേണ്ടത് എന്ന് തിരുവനന്തപുരത്തുകാരൊന്ന് മനസ്സുവെച്ചാൽ രാജീവ് ചന്ദ്രശേഖർ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും തിരുവനന്തപുരത്തിൻ്റെ കേന്ദ്രമന്ത്രിയായി മടങ്ങി വരികയും ചെയ്യും. ഉറപ്പ്.